നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് സബ് കളക്ടർ സി ഗീതയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അന്വേഷണം നടക്കട്ടെയെന്നും മന്ത്രി. രാജ്യം നാളെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. വിവാഹ തിരക്കിൽ മുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. 265 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. രാജ്യാന്തര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് തൃശൂരിൽ അരങ്ങുണർന്നു. സംഗീത നാടക അക്കാദമിയിലെ ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ അർജന്റീനയിൽ നിന്നുള്ള ഫ്രാങ്കൻസ്റ്റൈൻ പ്രോജക്ട് എന്ന നാടകം അരങ്ങിലെത്തിയതോടെ മേളയ്ക്ക് തുടക്കമായി. തൃശൂരിൽ നടന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം സമാപിച്ചു. കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ സ്കൂളിന് ഓവറോൾ കിരീടം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങരയിൽ വീണ്ടും അപകടം. പാർശ്വഭിത്തിയിൽ ഘടിപ്പിക്കുന്നതിനിടെ സ്ലാബ് താഴെ വീണു. JCB ഉപയോഗിച്ച് ഉയർത്തിയ കോൺക്രീറ്റ് സ്ലാബ് 15 അടി ഉയരത്തിൽ നിന്നാണ് താഴെ വീണത്. സർവീസ് റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കരുമത്തിൽ ശങ്കരന്റെ രക്തസാക്ഷി ദിനം CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കാക്കശ്ശേരിയിൽ നടന്ന അനുസ്മരണം മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ യോഗ അസോസിയേഷൻ സൗജന്യ സൂര്യ നമസ്കാര പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ കവിയും കാലവും NN കക്കാട് എന്ന സംവാദ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി കൈമാറ്റ പാട്ടക്കരാർ നിലവിൽ വന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോഷി ചിറ്റിലപ്പള്ളി എന്നിവർ പാട്ടക്കരാറിൽ ഒപ്പുവച്ചു. ഉത്രാളിക്കാവ് പൂരത്തിനുള്ള എങ്കക്കാട് ദേശത്തിന്റെ വൈദ്യുത അലങ്കാര പന്തൽ കാൽനാട്ടു കർമ്മം നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യർ, കീഴ്ശാന്തി ഹരിഹരൻ അയ്യർ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ഭൂമിപൂജയ്ക്ക് നേതൃത്വം നൽകി. തൃപ്രയാർ മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ ഡോക്ടർ BR അംബേദ്കർ സ്മൃതി പുരസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് സമ്മാനിക്കും. ഈ മാസം 31-ന് വലപ്പാട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 32ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിഷുവിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്ക് തുടക്കമായി. മുൻ കൃഷി ഓഫീസർ KK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി എടവിലങ്ങ് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഏനാമക്കൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചടങ്ങുകൾക്ക് ഫാദർ ടോണി കൊള്ളന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് പദ്യം ചൊല്ലലിൽ A ഗ്രേഡ് നേടിയ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഹന ഫാത്തിമയെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി അനുമോദിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മുതുവറ ചെറുമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഭാഗവത സപ്താഹത്തിൽ കണ്ടമംഗലം നന്ദകുമാർ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വടക്കാഞ്ചേരി ശ്രീ ഷൺമുഖാനന്ദ സ്വാമിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഗുരുജ്ഞാനം കണ്ണൻ കൊടിയേറ്റ് നിർവഹിച്ചു. 29-നാണ് പ്രതിഷ്ഠാദിന മഹോത്സവം. വെള്ളാങ്ങല്ലൂർ കോണത്തുകുന്ന് മനക്കിലപ്പടി പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. തന്ത്രി ചെറുമുക്ക് ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കലശപൂജ നടന്നു. പെരുവല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നു. ദിവ്യബലിക്ക് ഫാദർ ഡെബിൻ ഒലക്കേങ്കിൽ മുഖ്യ കാർമ്മികനായി. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് ചടങ്ങ് നടന്നു. വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ നിർവഹിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നേൽപ്പിൽ കൊമ്പൻ പക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ഗുരുവായൂരിൽ വീട്ടുവരാന്തിയിൽ നിന്ന് 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. പടിഞ്ഞാറെ നട നരങ്ങേത്ത് പറമ്പിൽ ചാരുപടിക്കൽ ബൈജുവിന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടത്.
അപകടാവസ്ഥയിലായ വെള്ളറക്കാട് കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുഖം മറച്ച നിലയിലാണ് പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലത്തിൽ കഥകളി സംഗീതത്തിൽ ആദ്യമായി 2 പെൺകുട്ടികൾ തിങ്കളാഴ്ച അരങ്ങേറ്റം കുറിക്കും. പാലക്കാട് സ്വദേശി ദേവനന്ദ ഡി നായർ, തിരുവനന്തപുരം സ്വദേശിയായ JS ഹരിത എന്നിവരാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമ്മേളനം നടത്തി. കയ്പമംഗലത്ത് നടന്ന സമ്മേളനം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൂർക്കഞ്ചേരി ഏരിയയുടെ വാർഷിക കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. കേരള ബ്രാഹ്മണ സഭയുടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾക്ക് തൃശൂർ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം പുഷ്പഗിരിയിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ കൺവെൻഷൻ നടന്നു. AKTA സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസും സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങും സംയുക്തമായി ഏകദിന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കഴിയൂർ യൂണിറ്റ് സ്വീകരണം നൽകി. ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനും മികച്ച കർഷകനുമായിരുന്ന KK ദേവസിക്കുട്ടിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാസ്റ്റേഴ്സ് പുരസ്കാരം പാവർട്ടിയിലെ ഡോക്ടർ ലാസർ ആനന്ദിന് സമ്മാനിച്ചു. ട്രസ്റ്റ് ചെയർപേഴ്സൺ ലില്ലി ഡേവിസ് പുരസ്കാരം കൈമാറി. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 30, 31, ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ. പൂങ്കുന്നം സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാളിന് ഫാദർ തോമസ് പൂപ്പാടി കൊടിയേറ്റി. ഈ മാസം 31, ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ലോയിഡ് മൊയലൻ, ഫാദർ ജിജോ തറയിൽ, ആശിഷ് പെരുമ്പുഴയിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുടയിൽ പെരുവഴിയിലായ വയോധികന് കൈത്താങ്ങായ വാർഡ് കൗൺസിലർ. വഴിയരികിൽ കിടന്നിരുന്ന വാരിക്കട്ടിൽ സദാനന്ദനെയാണ് വാർഡ് കൗൺസിലർ ബൈജു കുട്ടിക്കാടൻ ഇടപെട്ട് ഇരിങ്ങാലക്കുട പ്രൊവിഡൻസ് ഹൌസിലേക്ക് മാറ്റിയത്. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് തിരുനാൾ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.